ചന്ദ്രനിൽ വെച്ച് ഗലീലിയോയുടെ തൂവലും ചുറ്റുകയും എന്ന സിദ്ധാന്തം ചെയ്തു നോക്കിയത് ആരാണ്? ഉത്തരം അപ്പോളോ 15 മിഷൻ കമാൻഡർ ആയിരുന്ന ഡേവിഡ് സ്കോട്ട്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ചന്ദ്രൻ? ഉത്തരം ഭൂമി. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,404 കിലോമീറ്റർ. ഭ്രമണവും പരിക്രമണവും തുല്യമായ ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും തുല്യമായതിനാൽ ചന്ദ്രന്റെ ഒരു വശം മാത്രമേ ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ അറിയപ്പെടുന്ന പേര്? ഉത്തരം നീലചന്ദ്രൻ അല്ലെങ്കിൽ ബ്ലൂ മൂൺ. ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്രയാണ്? ഉത്തരം 1/81. ചന്ദ്രനിൽ നിരപ്പുള്ളതും പഴക്കം കുറഞ്ഞതുമായ പ്രദേശം ഏതാണ്? ഉത്തരം മരിയ. ഏത് ആകാശഗോളത്തിലെ ഗർത്തങ്ങൾക്കാണ് ഭാരതീയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിട്ടുള്ളത്? ഉത്തരം ചന്ദ്രൻ. മനുഷ്യനെയും വഹിച്ചുകൊണ്ട് ചന്ദ്രനെ വലം വെച്ച ആദ്യ പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 8. മാഗ്നിഫിസന്റ്, ഡിസൊലേഷൻ, ദ ലോങ് ജേർണി ഹോം ഫ്രം ദ മൂൺ, മെൻ ഫ്രം എർത്ത് ഈ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ഭൂമിയിൽ നിന്നും നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്നും നമുക്ക് ചാടാൻ സാധിക്കും? ഉത്തരം 6 ഇരട്ടി. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 21. ചന്ദ്രയാൻ 1ന്റെ ഭാരം എത്രയാണ്? ഉത്തരം 1380 കിലോഗ്രാം. എഡ്വിൻ ആൽഡ്രിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഗംഭീരമായ ഒറ്റപ്പെടൽ. എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ഗംഭീരം ശൂന്യം. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേഷണ പദ്ധതി ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 ദൗത്യത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരായിരുന്നു? ഉത്തരം JN ഗോസ്വാമി. മൂൺ ഇംപാക്ട് പ്രോബ് ചന്ദ്രനിൽ പതിച്ച സ്ഥലം? ഉത്തരം ഷാക്കിൽട്ടൺ ഗർത്തം. 2008 നവംബർ 14 ഇത് പതിച്ചത്. ചന്ദ്ര ഉപരിതലത്തിൽ ജലാംശം ഉള്ളതായി ചന്ദ്രയാൻ 1 കണ്ടെത്തിയതായി 2009 സെപ്റ്റംബറിൽ സ്ഥിരീകരിച്ച അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ഏതാണ്? ഉത്തരം നാസ. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഉത്തരം ലൂണ. ചന്ദ്രയാൻ 2 ദൗത്യം അംഗീകരിച്ച സമ്മേളനം? ഉത്തരം 2008 സെപ്റ്റംബർ 18 നടന്ന യൂണിയൻ ക്യാബിനറ്റ് സമ്മേളനം. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിൽ ഉള്ള ജലപാളികൾ തീർക്കാൻ കഴിയും എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കോബിൻ. ചന്ദ്രയാൻ 1ന്റെ വേഗത എത്രയായിരുന്നു? ഉത്തരം 10 കിലോമീറ്റർ/സെക്കൻഡ്. ചന്ദ്രനും സൂര്യനും എല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണ് എന്ന് സമർത്ഥിക്കാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണ്? ഉത്തരം അനക്സിഗോരാസ്.
ഗ്രീക്ക് ചിന്തകൻ. ചാന്ദ്രയാനിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പേലോഡുകളുടെ എണ്ണം. ഉത്തരം 5. ലാസ്റ്റ് മാൻ ഓൺ ദ മൂൺ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം യൂജിൻ സെർനാൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം എത്രയാണ്? ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കുറയുന്ന സ്ഥാനം. ഉത്തരം പെരിജി. ഭൂമിയിൽ ഇല്ലാത്തതും ചന്ദ്രനിൽ കണ്ടെത്തിയതുമായ രാസസംയുക്തം ഏതാണ്? ഉത്തരം ക്രീപ്പ്. ചന്ദ്രനിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? ഉത്തരം മോൺസ് ബ്രൂക്ക്. അപ്പോളോ 11 ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങാൻ സഹായിച്ച ചെറുവാഹനം ഏതാണ്? ഉത്തരം ഈഗിൾ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. 46 മിനിറ്റ്. ചന്ദ്രനിൽ പോയി തിരിച്ചെത്തിയ ബഹിരാകാശ സഞ്ചാരികളെ എത്ര ദിവസമാണ് ക്വാറന്റൈൻ ചെയ്തത്? ഉത്തരം 21. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം AB വാജ്പേയി. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം 1966 വിക്ഷേപിച്ച ലൂണ 9. ചന്ദ്രനിലെ പൊടിപടലങ്ങളെ കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം ഏതാണ്? ഉത്തരം ലഡു. ചാന്ദ്രയാൻ 1 നിർമ്മാണത്തിൽ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമ്പോൾ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ K കസ്തൂരിരംഗൻ. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാം ആയിരുന്നു? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്. ചന്ദ്രനെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം ഏതാണ്? ഉത്തരം ലൂണ 10. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം G മാധവൻ നായർ. ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 50 ലക്ഷം ടൺ. ചന്ദ്രഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. ചന്ദ്രനിൽ നിന്ന് രാത്രിയിൽ നോക്കിയാൽ നക്ഷത്രങ്ങളെ ഭൂമിയിൽ നോക്കുന്നതിനേക്കാൾ വ്യക്തമായി കാണാനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിലെ രാത്രി ഭൂമിയിൽ ഉള്ളതിനേക്കാൾ 4 ഇരട്ടി ഇരുണ്ടതാണ്. ചന്ദ്രന്റെ ലാറ്റിൻ പേര് എന്താണ്? ഉത്തരം ലൂണ. ഒരു ചാന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ്? ഉത്തരം 29.5 ദിവസം. ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം എന്താണ്? ഉത്തരം കറുപ്പ്. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തത് കാരണമാണ് ആകാശം കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. ചന്ദ്രനിൽ ഒരു സ്ഫോടനം ഉണ്ടായാൽ ഭൂമിയിൽ ആ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം ചന്ദ്രനിൽ വായു ഇല്ലാത്തതിനാലാണ്. ചന്ദ്രനിൽ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണ്? ഉത്തരം ബെയ്ലി ഗർത്തം. അപ്പോളോ 11 നിയന്ത്രിച്ചിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം മൈക്കൽ കൊളിൻസ്. ഏറ്റവും ഒടുവിൽ
ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആരാണ്? ഉത്തരം യൂജിൻ സെർനാൻ. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിരതാമസം ആക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. ആദ്യമായി ചന്ദ്രനിൽ പോയവർ ആരൊക്കെയാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കൊളിൻസ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ആരംഭിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ ഗേറ്റ്വേ. 2007 ജപ്പാൻ വിക്ഷേപിച്ച ചാന്ദ്രപേടകം ഏതാണ്? ഉത്തരം കഗുയ. ചാന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം എം അണ്ണാദുരൈ. ചാന്ദ്രയാൻ 1ലെ വിദേശ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാം ആയിരുന്നു? ഉത്തരം എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, മിനറോളജി മാപ്പർ, റഡാർ. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2019 ജൂലൈ 22, 2:43 PM. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ചാന്ദ്രാവകാശ കരാർ ഏതാണ്? ഉത്തരം മൂൺ ട്രീറ്റി. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ് എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി. ദ്രവരൂപത്തിലുള്ള ചന്ദ്രന്റെ പുറം ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം മാഗ്മാ സമുദ്രം. ചിത്രങ്ങളിലൂടെ ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം സെലനോഗ്രാഫി. ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയിൽ അടുക്കുന്ന പ്രതിഭാസം? ഉത്തരം സൂപ്പർ മൂൺ. ചന്ദ്ര ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം ടെറേ. അമേരിക്കയുടെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേര്? ഉത്തരം അപ്പോളോ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം റിച്ചാർഡ് നിക്സൺ. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം ജോൺ യങ്. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.4 km/s. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 1ൽ സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 2. ചന്ദ്ര ഉപരിതലത്തിൽ ഏത് രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്? ഉത്തരം ഹൈഡ്രോസിൻ രൂപത്തിൽ. ചന്ദ്രന്റെ ചിത്രങ്ങളിൽ പ്രകാശമാനമായ ഭാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ടെറേ. ഒരു വർഷത്തിൽ ചന്ദ്രൻ എത്ര തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നു? ഉത്തരം 13 തവണ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം 1.3 സെക്കൻഡ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? ഉത്തരം 1/6. ചന്ദ്രനിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ്? ഉത്തരം മോൺസ് ഹൈഗൻസ്. മനുഷ്യന് ഒരു ചെറിയ കാൽവയ്പ്
മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ചന്ദ്രനിൽ ആദ്യം കാല് കുത്തേണ്ടിയിരുന്നത് താൻ ആയിരിക്കുമെന്ന് എഡ് ആൽഡ്രിൻ കരുതിയിരുന്നതായി ജെയിംസ് ഡാനോവിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതാണ് ആ പുസ്തകം? ഉത്തരം ഷൂട്ട് ഫോർ ദ മൂൺ. നീൽ ആംസ്ട്രോങ് ചന്ദ്രൻ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ. സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ചന്ദ്രയാന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആരാണ്? ഉത്തരം ലിഥിയം അയൺ ബാറ്ററി. ചന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ലോകത്തിന് നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്താണ് അത്? ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. ചന്ദ്രനിലെ ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ചന്ദ്രൻ ആന്തോളനം ചെയ്യുന്നത് പോലെ തോന്നുന്നതിനെ ലിബറേഷൻ എന്ന് പറയുന്നു. ചന്ദ്രന്റെ പേരുള്ള ദിവസം ഏതാണ്? ഉത്തരം തിങ്കൾ. സെലനോഗ്രാഫിയുടെ പിതാവ് ആരാണ്? ഉത്തരം ജൊഹാൻ സ്രോട്ടൻ. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കൂടുന്ന സ്ഥാനം? ഉത്തരം അപ്പോജി. ചന്ദ്രനിൽ ഗർത്തങ്ങൾ നിറഞ്ഞ പ്രദേശത്തെ അറിയപ്പെടുന്ന പേര്? ഉത്തരം ഹൈലാൻഡ്സ്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 11. യൂജിൻ സെർനാൻ സഞ്ചരിച്ച വാഹനം ഏതാണ്? ഉത്തരം അപ്പോളോ 17. ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടത് എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ആരാണ് അത്? ഉത്തരം ബ്രഹ്മാവ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ കൊളീൻസ്. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ പേടകം ഏതാണ്? ഉത്തരം 1959 ലൂണ 2. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചന്ദ്രയാൻ 1 എത്തിയത് എന്നാണ്? ഉത്തരം 2008 നവംബർ 8. ചന്ദ്രനിൽ ഉണ്ടായിരുന്ന നാസയുടെ മൂൺ മിനറോളജി മാപ്പർ എന്ന പേടകം ചന്ദ്രനിൽ ധാരാളം ജലമുണ്ടെന്ന് കണ്ടെത്തിയ ദിവസം? ഉത്തരം 2009 സെപ്റ്റംബർ 24. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ? ഉത്തരം 68. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം ബിസ്തറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. ചന്ദ്രനിൽ ജലസാന്നിധ്യമുണ്ടെന്ന ചന്ദ്രയാന്റെ സുപ്രധാന കണ്ടുപിടുത്തം പ്രഖ്യാപിച്ചത് ഏത് ജേണലിലൂടെയാണ്? ഉത്തരം ശാസ്ത്ര ജേണൽ സയൻസിലൂടെ. സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുന്നതിനാൽ ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്നതാണ് സൂര്യഗ്രഹണം. അമ്പിളി അമാവ താമര കുമ്പിളിലെന്തുണ്ട് എന്ന പ്രശസ്തമായ നാടകഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്? ഉത്തരം 59%. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.38 km/s.
ചന്ദ്രനിലേക്ക് തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ കാല് കുത്തിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം അമേരിക്കൻ സ്വദേശിയായ നീൽ ആംസ്ട്രോങ്. ഇതുവരെ ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില എത്രയാണ്? ഉത്തരം 137 ഡിഗ്രി സെൽഷ്യസ്. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ നിന്നും മണ്ണ് ശേഖരിച്ച ആളില്ലാ വാഹനം ഏതാണ്? ഉത്തരം ലൂണ 16. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം 2009 ഓഗസ്റ്റ് 29. ചന്ദ്രനിൽ മഞ്ഞ് പാളികൾ കണ്ടെത്തിയ ഉപകരണം? ഉത്തരം മിനിസാർ. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഉത്തരം GSLV Mark 3. GSLV Mark 3യുടെ ഉയരം 43.43 മീറ്റർ. ഇന്ത്യയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന വിക്ഷേപണ വാഹനമാണ് GSLV Mark 3. ISRO ആണ് ബാഹുബലി എന്ന വിശേഷണം GSLV Mark 3ക്ക് നൽകിയത്. ഹൈഡ്രോസിൻ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം 1 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. ചന്ദ്രനിലെ രാത്രിയിലെ ശരാശരി ഉപരിതല താപനില എത്രയാണ്? ഉത്തരം -173 ഡിഗ്രി സെൽഷ്യസ്. നിലയില്ലാ കായലിൽ തുഴയില്ലാതോടുന്ന കൊച്ചുതോണി. ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ്? ഉത്തരം ചന്ദ്രക്കല. ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ ഭാഗം ഫോട്ടോയിൽ പകർത്തിയ പേടകം ഏതാണ്? ഉത്തരം ലൂണ 3. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം ഏതാണ്? ഉത്തരം അരിസ്റ്റാർക്കസ്. ചന്ദ്രനിൽ കാല് കുത്തിയ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം അമേരിക്കക്കാരനായ എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ചാങ് 3. ചന്ദ്രനിൽ പരുത്തിച്ചെടി മുളപ്പിച്ച ദൗത്യം ഏതാണ്? ഉത്തരം ചാങ് E4. ചന്ദ്രനിൽ ആദ്യമായി നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം അമേരിക്ക. 2016 അന്തരിച്ച അമേരിക്കൻ ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം എഡ്ഗർ മിച്ചൽ. ചന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തനനിരതമായി ഇരുന്നത്? ഉത്തരം 312. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ജലാംശത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയ ചന്ദ്രയാൻ 1ൽ നാസ ഘടിപ്പിച്ചിരുന്ന പരീക്ഷണ ഉപകരണം ഏതായിരുന്നു? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രയാൻ 2വിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേഷണം നടത്തുക. ചന്ദ്രനിലെ 1 ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും? ഉത്തരം 32. ചന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം? ഉത്തരം ചന്ദ്രവാഹനം. ഭൂമിയും ചന്ദ്രനും ഗോളാകൃതി ആണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാലയളവിൽ ചന്ദ്രക്കല വലുതാകുന്ന പ്രതിഭാസം?
ഉത്തരം വൃദ്ധി. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം ലൂണ 2, 1959. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗത്തെ അറിയപ്പെടുന്ന പേര്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ജപ്പാന്റെ ചാന്ദ്രദൗത്യം ഏതാണ്? ഉത്തരം മൂസസ് കഗുയ. ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിച്ച ചാന്ദ്രയാനിലെ പേടകം ഏതാണ്? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. ചന്ദ്രനിൽ എത്തിയ ഏക ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഹാരിസ് എച്ച് സ്മിത്ത്. ചന്ദ്രനിൽ പതാക പാറിച്ച നാലാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ കെ രാധാകൃഷ്ണൻ. ചന്ദ്രയാൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം സൂര്യൻ. ചന്ദ്രയാൻ 2 വിക്ഷേപണ സ്ഥലം? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേര്? ഉത്തരം സെലനോളജി. പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലയളവിൽ ചന്ദ്രക്കല ചെറുതായി വരുന്ന പ്രതിഭാസം? ഉത്തരം ക്ഷയം. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര്? ഉത്തരം റിഗോലിത്. ചന്ദ്രനിൽ നിന്നും മണ്ണും പാറക്കഷ്ണങ്ങളും ഭൂമിയിൽ എത്തിച്ച പേടകം ഏതാണ്? ഉത്തരം ലൂണ 16. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചന്ദ്രയാത്ര കഴിയട്ടെ ഇങ്ങനെ അഭിപ്രായപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം വി ഗിരി. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ റോവർ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ഫോബോസ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 ഭ്രമണപഥത്തിൽ എത്തിച്ച പേടകം ഏതാണ്? ഉത്തരം PSLV C-11. എത്ര ബഹിരാകാശ പേടകങ്ങളും ആയിട്ടാണ് ചന്ദ്രയാൻ 1 യാത്ര തുടങ്ങിയത്? ഉത്തരം 11. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ഖുഷ്ബു മിർസ. ചന്ദ്രയാൻ മിഷൻ ചെക്കോ ഡിവിഷൻ എഞ്ചിനീയർ ആയിരുന്നു ഇവർ. ലോകത്തിലെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം? ഉത്തരം ചന്ദ്രനിലെ ഹീലിയം 3.